നല്ല ഉഗ്രം പണിയിട്ടിട്ടിരിക്കുക. വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വെച്ച് എന്ന് പറയത്തില്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പണി കിട്ടിയിട്ടിരിക്കുക. ഇന്നല്ല, ഞായറാഴ്ചയായിരുന്നു പണി കിട്ടിയത്. അപ്പം ഞാൻ ആ കഥ പറയാം. അപ്പം ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പം ഈ വഴിയെ പോയ ഒരു പയ്യൻ ഇവിടുത്തെ ആളെടുത്ത്, അതായത് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ച് മീൻ വേണോ അണ്ണാന്ന്. അപ്പം മീനെന്ന് പറഞ്ഞാൽ നല്ല പിടയ്ക്കുന്ന മീൻ, നല്ല ബ്രാല്. ഇപ്പം ബ്രാലെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ബ്രാല് കഴിച്ചിട്ടും കണ്ടിച്ചിട്ടും ഒന്നുമില്ല. അപ്പം ഞാനവിടെ വീട്ടിൽ വന്നാൽ ഇവിടെ ബ്രാലൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ വളർത്തുമീൻ വാങ്ങിച്ചിട്ടുണ്ട്, ബ്രാൽ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ജീവൻ, 3-4 ചെറിയ 2-3 ജീവനില്ലായിരുന്നു, അതിനകത്ത് കളഞ്ഞു. പക്ഷേ വലുത് 2-3 ഉണ്ടായിരുന്നു വലുത്. അതൊന്നും ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നല്ല മുഴുത്തതായിരുന്നു. എനിക്കതിനെ എടുക്കാനൊന്നും പേടിയൊന്നുമില്ലായിരുന്നു. കയ്യിൽ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നു, നല്ല പിടച്ച് നല്ല ജീവനുള്ള ബ്രാലായിരുന്നു. അപ്പോൾ ഇതിലേ പോയി ആ ചെറുക്കൻ ചോദിച്ച് മീനെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വാങ്ങിച്ചോ, നമുക്കൊരു വീഡിയോ എടുക്കാമല്ലോ, അതുപോലെ പൊരിച്ചാൽ മതിയല്ലോ, ഉപ്പും കണ്ടിച്ച് കഴുകി അരപ്പ് പുരട്ടിയൊക്കെ പൊരിക്കുന്നതിന് എന്തോ പാട് എന്ന് പറഞ്ഞ് മീനങ്ങ് വാങ്ങിച്ചു. ഉച്ചയ്ക്ക് ഒരു 12 സമയത്താണ് വന്നത്. അപ്പോഴേക്കും അടുക്കളയിലെ ജോലിയെല്ലാം ഒതുങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അമ്മ കൈ ഒഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞ് ഞാനെടുത്ത് വലിയ കാര്യത്തിൽ ഇത് എനിക്കറിയത്തില്ലല്ലോ ഇത് തൊലി ഉരിക്കുന്ന കാര്യമൊന്നും. അപ്പം ഞാനിത് വലിയ കാര്യത്തിൽ ചുരണ്ടെന്ന് കണ്ടപ്പോൾ പപ്പ പറഞ്ഞു ഇത് തൊലി ചുരണ്ടണ്ട, നീ അതിൽ തൊലി ഉരിക്കണമെന്ന്. തകർന്നു പോയി. എങ്ങനെ ഇത്രയും വലിയ മീനെ തൊലി ഉരിക്കും? അതും എനിക്കാണെങ്കിൽ തൊലി ഉരിക്കുന്ന കാര്യമൊന്നും അത്രയ്ക്ക് അറിയത്തില്ല. അപ്പം എല്ലാവരും കൂടി മാറിയുന്ന ആളുകളൊക്കെ എന്തായാലും നമ്മൾ സഹായിച്ചു തന്നു കേട്ടോ. പപ്പയാണ് ആദ്യമേ കത്തി എടുത്തുകൊണ്ട് വന്ന് മീനിൻ്റെ തൊലിയെല്ലാം ഉരിച്ച് തന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി, ഞാൻ ചെറിയ മീനിൻ്റെയൊക്കെ ചെറിയ ഒരിടത്തരം മീനുണ്ടായിരുന്നു, അതിൻ്റെ തൊലി ഞാനും ഉരിച്ച്, മറ്റേതിൻ്റെയൊക്കെ അമ്മയും കഴുകി കട്ട് ചെയ്ത് സഹായിച്ചൊക്കെ തന്ന്. മാറിയുന്ന അമ്മ എന്തായാലും സഹായിച്ചെന്ന്, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. പിന്നെ നമ്മുടെ ഈ കണ്ടിക്കം ഈ ചേറിൻ്റെ സ്മെല്ലടിച്ചാണോ എന്ന് എൻ്റെ തലയങ്ങ് പെരുത്ത്. ഭയങ്കര ചേറിൻ്റെ സ്മെല്ലായിരുന്നു. കാരണം ഈ തോട്ടിൽ നിന്ന് വരിന്നൊക്കെ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ്. അപ്പോൾ ഈ ചേറിൻ്റെ നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്കതങ്ങ് മനം മറിക്കും. പിന്നെ എല്ലാവരും പറഞ്ഞത് ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനൊരു തുള്ളി പോലും കഴിച്ചില്ല കേട്ടോ. എനിക്കിത് കണ്ടിച്ചോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഒരു മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ 99 വയസ്സോളം ഉണ്ട്, 100 വയസ്സാവാറായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ മുത്തശ്ശിയാണ്. അപ്പോൾ ഈ മുത്തശ്ശി എന്ന് പറയുമ്പം ഈ സമയം നോക്കാനൊന്നും അറിയത്തില്ലേ, എന്നാലും ഈ ആഹാരം കഴിക്കാൻ കറക്റ്റ് സമയമുണ്ട്. അത് അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കും. കറക്റ്റ് സമയത്ത് ഡൈനിങ് ടേബിളിൻ്റെ വെളി വന്നിരുന്ന് ഭക്ഷണം ചോദിക്കും, നമ്മളത് കൊടുക്കുകയും ചെയ്യും. കൊടുത്തില്ലെങ്കിൽ ഇവിടെ ബഹളമാണ്. 1 മണിയായി, 8 മണിയായി, രാത്രി 8 മണിയായി, ചോറ് കൊണ്ടുപോവാ, കാപ്പി കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ബഹളമാണ്. പുള്ളിക്കാരി 1 മണിക്ക് ചോറ് തിന്ന ആൾ 2:30 പറയാ മീൻ വേവിട്ട്, പുഴമീൻ വേവിട്ട്, കുറേ വർഷമേ കഴിച്ചിട്ട് പുഴമീൻ വെന്തിട്ട് മതിയെന്ന് പറഞ്ഞ് മുത്തശ്ശിയും കാത്തിരിക്കുക. അപ്പം തന്നെ ആലോചിച്ചുകൂടെ ആ മീനിൻ്റെ രുചി എങ്ങനെയാണ്. പിന്നെ ഞാൻ ഉമ്മയുടെ ഉമ്മയുടെ വീട്ടിൽ പോയി പച്ചക്കുരുമുളക് എടുത്തുകൊണ്ട് വന്ന്, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മീൻ പൊരിക്കുന്ന അരപ്പൊക്കെ പുരട്ടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ കാശ്മീരി ഇല എരിവ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുമുളക് നല്ല പച്ചക്കുരുമുളക് ഇട്ടെങ്കിലും പിന്നെ നമ്മുടെ പൊടിച്ച കുരുമുളകും നമ്മുടെ പച്ചമുളകല്ലേ, നമ്മുടെ മുളക് പൊടി എല്ലാം കൂടി ഇട്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഒഴിച്ചുകൂത്തി നാരകം, നേരത്തെ ജെയിമി ചേച്ചി തന്ന പറഞ്ഞ അവിടെ കിടപ്പുണ്ട്, അത് ചീത്തയായില്ല കേട്ടോ. അപ്പോൾ ആ നാരങ്ങ നീര് എല്ലാം കൂടെ പിഴിഞ്ഞൊഴിച്ച്, അപ്പോൾ ഓരോ മീനിലും ഇങ്ങനെ ഞങ്ങൾ അരപ്പ് പുരട്ടി കൊടുത്തു. അരപ്പ് പുരട്ടിയെന്ന് വെച്ചാൽ സമയം 2:30 കഴിഞ്ഞ്, എന്നാലും നമുക്ക് ഒത്തിരി നേരം വെച്ചിരിക്കാനുള്ള സമയമില്ല, എങ്കിലും ഒരു 10-15 മിനിറ്റ് വെക്കണ്ടേ, ഒരു 10-15 മിനിറ്റ് വെച്ച് പിന്നെ അരപ്പൊക്കെ പുരട്ടി ഇങ്ങനെ മീനിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ നല്ല മാംസമുള്ള മീനല്ലായിരുന്നു പിടിച്ച് 15 മിനിറ്റ് അരപ്പ് തേച്ച് വെക്കാൻ തുടങ്ങി. ഈ നേരത്തിന് പിന്നെ ഞങ്ങൾ വെളുത്തുള്ളിയും കൊച്ചുള്ളി അതൊക്കെ പൊളിച്ച്, മറ്റേ മീനിൻ്റെ തലയുണ്ടല്ലോ, തല പൊരിക്കാനെടുത്തില്ല, തല ഇച്ചിരി കട്ടിയുള്ളത്. അപ്പോൾ തല ആദ്യമേ ഞങ്ങൾ മസാലയൊക്കെ പുരട്ടി കുക്കറിട്ട് ഒരു വിസിലും കടിച്ച്, അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി, അത് അമ്മയുടെ സെക്ഷനായിരുന്നു, അമ്മയാണ് കേട്ടോ. അതിന് തലയെടുത്ത് പുളിമുളകും പറ്റിച്ച് വെച്ച്, വടക്കമുളിയൊക്കെ ഇട്ട്, ഞാനും അത് കൂട്ടിയില്ല, കുട്ടികളൊക്കെ പറഞ്ഞ് അടിപൊളി ടേസ്റ്റ് ആണെന്ന്. ഇപ്പോഴേക്കും അത് അമ്മ ആ നേരത്തിന് അമ്മ അതൊക്കെ റെഡിയാക്കി. പിന്നെ ഒരു അബദ്ധമെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ ഉരുളി എടുത്ത്, ഇവിടെ വലിയൊരു ഉരുളിയുണ്ട് സ്റ്റീലിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ എണ്ണ കുറച്ചൊഴിച്ച്, അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഇത്രയും സമയം അങ്ങ് പോയില്ലേ, ഒറ്റ ട്രിപ്പിലങ്ങ് വേവല്ലേ എന്ന് വിചാരിച്ച് എണ്ണയൊക്കെ തോനെ ഒഴിച്ച് ഈ മീൻ എണ്ണ ചൂടായിട്ട് ഈ മീൻ ഓരോന്ന് എടുത്തിട്ട് തീ കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് മുരിഞ്ഞിട്ട്, അപ്പോഴേക്കും നമ്മുടെ പണി പാളി. അപ്പോഴേക്കും എന്താ പറ്റി, ഇത് അടുക്കി പിടിക്കാൻ തുടങ്ങി. എന്തായാലും ആദ്യമേ തന്നെ കണ്ടുപിടിച്ചു, കാരണം മാംസം ഇതിന് വേവ് കുറവാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ പൊടിയുന്നു. പിന്നെ എന്തായാലും അതെടുത്ത് മാറ്റി, അതിൽ നിന്ന് മാറ്റി പിന്നെ നമ്മുടെ പഴയ ഫ്രൈ പാനുണ്ട്, അതിലോട്ട് 2 ട്രിപ്പിട്ട്, പിന്നെയാണ് 2 ട്രിപ്പിട്ടാണ് അത് റെഡിയാക്കി എടുത്തത്. പിന്നെ നമ്മൾ ആദ്യമേ കൊച്ചു തീയിട്ടത് വേവിച്ചിട്ട് പിന്നെ തീ കൂട്ടിയിട്ട് ഇതിന് വെള്ളം നിറച്ചിറങ്ങി, എന്തോ കാര്യമൊന്നും അറിയത്തില്ല, വെള്ളം ഇറങ്ങുമായിരിക്കും. അപ്പോഴേക്കും തീ കുറച്ചിടുമ്പോഴേക്കും അത്രയും നേരം കൂടി ഈ അരപ്പ് ഇതിനകത്തോട്ടൊക്കെ പിടിച്ച് കിട്ടാനും പിന്നെ തീ കുറച്ചിട്ട് വേവിക്കാനും കൂടെ നോക്കിയത് കേട്ടോ. പിന്നെ വേറെ പാത്രത്തിയിട്ട് ഒന്നും കൂടി അത് മുരിച്ചെടുത്ത് നല്ല വൃത്തിക്ക് മുരിച്ചെടുത്ത്.
പിന്നെ കറിവേപ്പില ആദ്യമേ പറിച്ചില്ല. പിന്നെ അപ്പുറത്ത് അതും നമ്മുടെ വീട്ടിൽ ബക്കറ്റിൽ വളർന്നു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പറിക്കാനില്ല. അപ്പുറത്ത് ഉമ്മയുടെ വീട്ടിൽ പോയി നല്ല ഫ്രഷ് കറിവേപ്പില കൊണ്ടുവന്ന് അതും കൂടെ അതിൻ്റെ മുകളിലിട്ട് നല്ലപോലെ പൊരിക്കാനെ കൊണ്ടിട്ട്. പിന്നെ നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അതിനൊന്നും സമയം കിട്ടില്ല. എല്ലാവരും കുഴഞ്ഞ് ഈ ജോലി എല്ലാം ചെയ്ത് മീനെല്ലാം കട്ട് ചെയ്ത് പിന്നെ പോയി കുളിക്കണ്ടേ, ദേഹത്ത് ഫുള്ള് മീനായി. ഇത് നമ്മുടെ കറി നല്ല തിളയ്ക്കുന്നുണ്ട്, തലക്കറി. പിന്നെ സവാള അപ്പം അരിയാനൊന്നും സമയം കിട്ടില്ല, മറന്നുപോയി ഈ ജോലിയുടെ ഇടയ്ക്ക്. പിന്നെ അടുക്കള ഫുള്ള് വൃത്തിയാക്കണമായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ലതുപോലെ എല്ലാവരും കഴിച്ചേട്ടാ. അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ആളുകൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും തൃപ്തിയോടെ കഴിച്ച്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മുത്തശ്ശിയും മുത്തിയെന്നാണ് വിളിക്കുന്നത്. പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും മുത്തിയെന്നാണ് വിളിക്കുന്നത്. മുത്തി ഭയങ്കര വഴക്കും കാര്യങ്ങൾ. എന്തായാലും മുത്തിക്കും ഇഷ്ടപ്പെട്ട്, വലിയവർക്കും ഇഷ്ടപ്പെട്ട്.